പേര് മുതൽ ഒരുപാട് കാര്യങ്ങളിൽ കലാഭവൻ മണി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ പറ്റി എപ്പോൾ ഓർമ്മിച്ചാലും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയും അടുപ്പമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു മണിയുടെ ഒരടുത്തേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തുന്നത്? ആദ്യം എത്തുന്നത് കബീർ ഖാനെ വിളിച്ചിട്ടാണ്. കബീർ ഖാൻ, സതീഷ് ഏട്ടൻ, ആ. അവരാണല്ലോ മണിച്ചേട്ടനെ വെച്ച് മരുതി ഓക്കേ. കാസറ്റ്. ഏട്ടൻ്റെ നമ്പർ കിട്ടി, ഞാൻ വിളിച്ചു. ഉം. വിളിച്ചപ്പോൾ ആരാ ഏട്ടാ, ഞാൻ താമരയാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്നത് താമര എന്നാണ്. ഉം. മണിച്ചേട്ടനെ ലോട്ടസ് എന്ന് വിളിക്കുന്നത്, അത് വേറെ കാര്യം. ഉം. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണ്? ആരാരും ആവാത്ത കാലത്ത്. ഞാൻ പാടിയില്ല. ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിന് പട്ടിണി മാറ്റിയ നിർത്ത്. എങ്ങനെയാണ്? അപ്പോൾ പാട്ട് പാടി. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തി ഒരോട്ടോ വണ്ടി. നീ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. പാലക്കാടാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം തന്നെ സതീഷിൻ്റെ നമ്പർ കൊടുക്കാം. എന്നെ മാരുതി കാസറ്റ് സതീഷ് വിളിക്കട്ടെ. അങ്ങനെ നമ്പർ തന്നു. ഇന്ന് കബീർക്ക് ഇല്ല, മരണപ്പെട്ടു പോയി. സതീഷ് ചേട്ടൻ വിളിക്കുന്നു, സതീഷ് ചേട്ടൻ ഞാൻ വിളിക്കുന്നു, നീ നാളെ തന്നെ ചാലക്കുടി സ്റ്റുഡിയോയിലെത്തണം. ഞാൻ ആ കറക്റ്റ് സ്ഥലം പറയുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പഴയ മാങ്ങേറിയണ മൊബൈലാണ്. അതിൻ്റെ ബാക്കിൽ ഈ സിഗരറ്റിൻ്റെ പെട്ടി കൊണ്ട് ഞാൻ മറച്ചിട്ടുണ്ട്. എന്നിട്ട് റബ്ബർ ബാൻഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ആ നോക്കിയ ഫോണും കൊണ്ട് എൻ്റെ ഏട്ടനെ ഞാൻ കാണാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ പോയി കാണുന്നത്. എത്ര വർഷം മുമ്പായിരുന്നു? ഓർമ്മയുണ്ടോ? മണിച്ചേട്ടൻ മരിച്ച് 10 മുമ്പ് 18 കൊല്ലം. പാലക്കാട് നിന്ന് അങ്ങനെ ചാലക്കുടിയിൽ 19 വർഷം മുമ്പ് സാർ. 19 വർഷം മുമ്പ് ചാലക്കുടിയിലെത്തുന്നു. ചാലക്കുടിയിലെത്തും. മണിച്ചേട്ടന് ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ കണ്ടെത്താനും അവരെ വളർത്താനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം ഇത് ട്യൂണില്ലാതെയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരുപാട് പ്രശസ്തമായ തലമുറകൾ പാടിക്കേട്ടിട്ടുള്ള ഈ പാട്ട് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഈണമിട്ടത് താങ്കൾ? ഞാൻ തന്നെയാണ്. വാമൊഴി സംഗീതമാണ്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തുടുപ്പുണ്ടാവണം. അപ്പോഴാണ് ഈ നാടൻ പാട്ടുകൾക്ക് പ്രത്യേകത. അവരവർ എഴുതുന്നതിലാണ് ട്യൂണ്. നാടൻ ശീലാണെങ്കിലും നാടൻ പാട്ടാണെങ്കിലും ഒരു വരി എഴുതുമ്പോൾ ആ ട്യൂണ് കണ്ട് മീറ്റർ കണ്ട് ഒപ്പം എഴുതണം. അപ്പോഴാണ് ഇത് പാട്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് പറച്ചലാവും. അങ്ങനെ മണിച്ചേട്ടന് വേണ്ടി ഞാൻ എഴുതിയ ഈ പാട്ട് അത് കറക്റ്റ് ട്യൂണിൽ തന്നെ കൊടുത്തത് ഞാൻ തന്നെയാണ്. എൻ്റെ സംഗീതം മണിച്ചേട്ടൻ സീഡിൻ്റെ പുറകിൽ സംഗീതം ചന്താമര എന്ന് ഇട്ടിട്ടുണ്ട്. ഏത് കാസറ്റിലായിരുന്നു ഇത്? മണിമുഴങ്ങുന്നാർക്ക് വേണ്ടി. ആ കാസറ്റ് ഒന്ന് വലിയ ഹിറ്റായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ടിൽ ആ കാസറ്റിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ സോങ് ആയിരുന്നു. അതെ. പിന്നെ കലാഭവൻ മണി ചേട്ടൻ എവിടെ പോയാലും ഈ ഒരു സോങ് ഡൽഹിയിലടക്കം പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ആ വരി അങ്ങനെ പറയുന്നത് കാരണം എല്ലുമുറിയ പണിയെടുത്തും കപ്പ കട്ടൻ കുടിച്ച കാലം, എല്ലുമുറിയ പണിയെടുത്ത് എൻ്റെ അപ്പ പലരും പാടിക്കൊണ്ടിരുന്ന പാട്ട്. ഏട്ടൻ വരെ ചോദിച്ചു എങ്ങനെയാ അത്? എല്ലുമുറിയ പണിയെടുത്തും കപ്പ. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെറിയ കുനിപ്പാണ് അതിലിടുന്നത്. ഒരു തുള്ളി വെള്ളം വീണ പോലെ അതുള്ളൂ. അത് പലരും അറിയാതെ എങ്ങനെയൊക്കെയോ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ അത് കറക്റ്റായി പാടി. ആ പാട്ട് അത്രയും നല്ല ഹിറ്റായി. എന്തിനാ 1000 പാട്ട് 100 പാട്ടൊക്കെ ചെയ്യണം നമ്മൾ? നമുക്ക് ആകേണ്ടത് അത്രയും ഭാഗ്യം കിട്ടിയുള്ളൂ. ആ ഉള്ള പാട്ട് കൊടുത്തപ്പോൾ ഗംഭീരമായിട്ട് അത് ഏട്ടൻ കൈകാര്യം ചെയ്ത് പാടി എന്നുള്ളതാണ്.